റബീഉൽ അവ്വൽ വരുമ്പോ വരും, ഇയാൾക്ക് മറുപടി, മറ്റേ മൂല്യർക്ക് മറുപടി, ഈ ഹുദവിക്ക് മറുപടി, മറ്റേ ആൾക്ക് മറുപടി. എന്താണ് ഈ വിഷയത്തിൽ ഈ ഉമ്മത്തിന്റെ കാഴ്ചപ്പാട്? നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. നബിതങ്ങളുടെ കാലത്തില്ലാത്തത് മുഴുവനും ബിദ്അത്താണെന്ന് പറയല്ലേ. ആ വിഷയം എങ്ങനെയാണ് ഹറാമാകുന്നത്? നബിതങ്ങളുടെ പേരിൽ ഒത്തുകൂടുന്നതും അന്നപാനീയങ്ങൾ വിതരണം ചെയ്യുന്നതും സ്വലാത്ത് ചൊല്ലുന്നതും ദിക്ർ ചൊല്ലുന്നതും ഖുർആൻ ഓതുന്നതും അപദാനങ്ങൾ വാഴ്ത്തുന്നതും. എന്നാൽ അവിടെ മദ്യപാനമോ വ്യഭിചാരമോ തോന്നിവാസമോ ഇഖ്തിലാത്തുകളോ അല്ലാഹു ഇഷ്ടപ്പെടാത്തത് ചെയ്യാൻ പാടുള്ളതല്ല. സ്ത്രീ പുരുഷന്മാർ ഇടകലരുന്ന അന്നും പാടില്ല, അതെവിടെയും പാടുള്ളതല്ല. എന്നാൽ മൗലിദ് വരുമ്പോഴേക്കും അത് നബി ചെയ്തോ സഹാബികൾ ചെയ്തോ എന്ന് 100 കൂട്ടം ചോദ്യങ്ങൾ ചോദിച്ച് ഈ ഉമ്മത്തിനെ വസ്വാസിലാക്കുന്ന നമ്മുടെ ന്യൂ ജനറേഷൻ മുഅ്മിനീങ്ങളോട് വളരെ വിനയത്തോടുകൂടെ പറയട്ടെ, കരുണയുടെ നബിയായ അഷ്റഫുൽ ഖൽഖ് തങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ വന്ന നിഅമത്തിനോളം വലിയൊരു നിഅമത്ത് ഈ ഉമ്മത്തിന് എന്താണുള്ളത്? അപ്പൊ നബി മരിച്ചില്ലേ? നബി വഫാത്തായ ദിവസം കൂടിയല്ലേ അത് ഒന്നുകൂടെ ആവർത്തിക്കുന്നു. മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, വഫാത്ത് ആചരണം, ദുഃഖാചരണം എന്ന് പറയുന്നത് ശറഇൽ 3 ദിവസമാണ് ശറ അനുവദിച്ചത്. 3 ദിവസമേ ദുഃഖിച്ചിരിക്കാൻ പാടുള്ളൂ. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ദുഃഖ ആചരണം, ദുഃഖങ്ങൾ ഒരുപക്ഷെ കൊല്ലങ്ങളോളം നീണ്ടുവരും. പക്ഷേ ദുഃഖാചരണം, ആളുകൾ വന്ന് ആശ്വസിപ്പിക്കുന്ന ആ പരിപാടി 3 ദിവസമാണ് മഅ്സം. അത് കഴിഞ്ഞാൽ മഅ്സമില്ല. പക്ഷേ സന്തോഷത്തിന് അതിരുകൾ അല്ലാഹു വെച്ചില്ല. അതുകൊണ്ട് നബിതങ്ങളുടെ ജന്മദിനമാണ് നമ്മൾ ആഘോഷിക്കുന്നത്. അപ്പൊ മഹാന്മാരുടെ ഒക്കെ വഫാത്താണല്ലോ ആചരിക്കുക. നബിതങ്ങളുടെ ജന്മം മുബാറക്കായ ജന്മമാണ്. ഒരു മഹാനാവുന്നത് നമ്മൾ അറിയുന്നത് അവരുടെ ജീവിതം കഴിയുമ്പോഴാണ്. അവരുടെ ജീവിതത്തിലെ നന്മ ചെയ്തവർ വഫാത്താകുമ്പോഴാണ് ഒരു മഹാനെ നമ്മൾ മഹാനായി മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ആചരണം അവരുടെ വഫാത്താണ്. എന്നാൽ അഷ്റഫുൽ ഖൽഖ് അങ്ങനെയാണോ? നബിയെ ജീവിച്ചിരിക്കുമ്പോഴും മരിച്ചിരിക്കുമ്പോഴും അങ്ങ് ത്വയ്യിബല്ലയോ നബിയെ എന്ന് ഹബീബിനെ ചുംബിച്ചിട്ട് സുദീഖതങ്ങൾ പറഞ്ഞ വാക്കതാണ്. ഹബീബിന്റെ ജന്മം തന്നെ പുണ്യമല്ലേ? വഫാത്തും ജീവിതവും എല്ലാം അല്ലാഹു ഈ ഉമ്മത്തിന് നൽകിയ അനുഗ്രഹമല്ലേ? എല്ലാറ്റിലും അനുഗ്രഹമുണ്ടല്ലോ, എല്ലാറ്റിലും അനുഗ്രഹമുണ്ട്. ഹയാതി ഖൈറുൽ ലക്കും വവഫാതി വമമാതി ഖൈറുൽ ലക്കും. അതുകൊണ്ട് ഇമാം ബൈഹഖി തങ്ങൾ അതുകൊണ്ട് ആരോപിക്കുന്ന ആളുകൾ നിബിതങ്ങൾ ചെയ്തില്ലല്ലോ എന്ന് പറയുന്നത് അത്തർക്കു ലൈസ ബിഹുജ്ജത്തിൻ, ചെയ്തില്ല എന്നത് ഒരു തെളിവല്ല. ചെയ്തില്ല എന്ന് ചെയ്യാൻ പാടില്ലെന്ന്. അങ്ങനെയാണെങ്കിൽ ഇന്ന് മൈക്കുണ്ടോ? ഇത് ഉപയോഗിക്കുന്നില്ലേ? 2 ഹറമൈനുകൾ ഉപയോഗിക്കുന്നില്ലേ? ലോക മസ്ജിദുകൾ ഉപയോഗിക്കുന്നില്ലേ? എന്തെല്ലാം സംവിധാനങ്ങൾ, എന്തെല്ലാം സംഗതികൾ, കോടിക്കണക്കിന് സംഭവങ്ങളില്ലേ തങ്ങളുടെ കാലത്തില്ലാത്തത്? നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ അടക്കം ഇതിന്റെ വിധി എന്താ? ജായിസ് അൽ അസ്ലു അൽ ഹിൽ, ഹലാലാവലാണ് അസ്ല്, ഹറാമാവൻ തെളിവ് വേണം. അസ്ലു അലൈക്കും മാ ഹറമ റബ്ബി, എന്റെ റബ്ബ് ഹറാമാക്കിയത് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. എന്താണ് അതിന്റെ അർത്ഥം? ഹലാലാണ് അസ്ല്, അത് ഹറാമാണെങ്കിൽ തെളിവ് വേറെ വേണം. ഇത് ചെയ്യരുതെന്ന് ആരെങ്കിലും പറഞ്ഞോ? ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി വഅമലുൽ മൗലിദി ലൈസ ഫീഹി മുഖാലഫത്തുൻ ലികിതാബിൻ വലാ സുന്നത്തിൻ. മൗലിദ് കഴിക്കുന്നതിൽ ഖുർആനിനോ സുന്നത്തിനോ വിരുദ്ധമായി ഒന്നുമില്ല. ആര്? ഖാതിമത്തുൽ ഹുഫാദ് ഇമാം സുയൂത്തി തങ്ങൾ. വലാ അസരിൻ വലാ ഇജ്മാഇൻ, പണ്ഡിതന്മാരുടെ ഏകാഭിപ്രായത്തിനോ സ്വഹാബത്തിന്റെ അസറിനോ നബിയുടെ സുന്നത്തിനോ അള്ളാന്റെ കിതാബിനോ വിരുദ്ധമായി ഒന്നും മൗലിദ് കഴിക്കുന്നതിലില്ല, നബിയുടെ ജനനം ആചരിക്കുന്നതിൽ ഇല്ല. ഫഹിയ ഗൈറു മദ്മൂമ, അത് ആക്ഷേപിക്കാൻ പാടില്ലാത്തതാണ്. ആര് പറഞ്ഞു? ജലാലുദ്ദീൻ സുയൂത്തി റഹ്മഹുല്ലാഹ്. ഷാഫിഈ തങ്ങൾ അങ്ങനെയല്ലേ പറഞ്ഞത്? നബിയെ ഇഷ്ടപ്പെടാൻ, നബിയോട് സ്നേഹം കാണാൻ, സ്നേഹം കാണിക്കാൻ പിഞ്ചുമക്കൾക്ക് റോഡരികിൽ ജ്യൂസ്, വെള്ളം, മിഠായി, മധുരം, ഭക്ഷണം ഇത് വിതരണം ചെയ്ത് മൗലായ ചൊല്ലി സ്വലാത്ത് ചൊല്ലി പോകുന്ന മക്കൾക്ക് ആ പരിപാടിയിൽ സന്തോഷത്തോടെ കൂടുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾ അതിനെ എതിർക്കുന്നത്? ആ മുഅ്മിനായ മനുഷ്യന് എത്ര കൂലി അല്ലാഹു കൊടുക്കും? ഇത് മുഅ്മിനീങ്ങളാണ് ചെയ്യുന്നത്. ലഅംരി ഇന്നമാ യകൂനു ജസാഉഹു മിനല്ലാഹിൽ കരീം അൻ യുദ്ഖിലഹു ബിഫദ്ലിഹി ജന്നത്തൻ നഈം. അല്ലാഹു ആ മുഅ്മിനീങ്ങളെ ഹബീബിനോട് സ്നേഹം കാണിച്ചതിന്റെ പേരിൽ സ്വർഗം കൊടുക്കുമെന്നല്ലേ പറയേണ്ടത്? ഭക്ഷണം കൊടുക്കുന്നത് അതിൽ അൽ ഖാലി അൻ ഇഖ്തിറാഫിൽ ആസാമി, തെറ്റുകളില്ലാതെ ഭക്ഷണം കൊടുക്കുക. കള്ളു വിളമ്പി അത് ഹറാമാണ്, ചെയ്യാൻ പാടില്ല. പാവപ്പെട്ടവർക്കും വിശക്കുന്നവർക്കും കൂട്ടുകാർക്കും നാട്ടുകാർക്കും ഭക്ഷണം വിളമ്പിക്കൊടുത്താൽ എന്തു കുഴപ്പം?
നിങ്ങൾ ചെയ്യണ്ടേ? വേണ്ട. സുന്നത്തുകൾ നിർബന്ധമല്ലല്ലോ, ചെയ്യണ്ട. പക്ഷെ ചെയ്യുന്ന ആളുകൾ ഇത് ചെയ്യുമ്പോൾ ബിദ്അത്ത് തുടങ്ങി, കുഫ്ർ തുടങ്ങി, ശിർക്ക് തുടങ്ങി. ഇത് പറയല്ലേ, ദയവ് ചെയ്ത്. നിങ്ങൾ വീട്ടിൽ പോയിട്ടിരുന്നോ, കടന്നുറങ്ങിക്കോ, ഒന്നും മിണ്ടണ്ട. നബിയെ പറ്റി ആർക്ക് പറഞ്ഞു കൊടുക്കണ്ട. റബീഉൽ അവ്വലിലും പറയില്ല, അല്ലാത്തപ്പോഴും പറയണ്ട, ഒന്നും ചെയ്യണ്ട. പക്ഷെ അത് ചെയ്യുന്നവരെ എതിർക്കരുത്. ഇത്രേ പറയാനുള്ളൂ. നിങ്ങൾ എതിർക്കണ്ട, അത്രയേ ഉള്ളൂ. ഈ ഉമ്മത്തിനെ വസ്വാസിലാക്കുന്ന നമ്മുടെ ന്യൂ ജനറേഷൻ മുഅ്മിനീങ്ങളോട് വളരെ വിനയത്തോടുകൂടെ പറയട്ടെ, അല്ലാഹുവിന്റെ റസൂൽ തിങ്കളാഴ്ച ദിവസത്തിന്റെ ഒരു ശ്രേഷ്ഠത പറഞ്ഞു. ആ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഹദീസ് സ്വഹീഹ് മുസ്ലിമിൽ കാണാം. സുഇല, നബി തങ്ങളുടെ മുമ്പിൽ വന്നൊരു ചോദ്യം, നബിയെ എന്തിനാണ് തിങ്കളാഴ്ച നോമ്പെടുക്കുന്നത്? എന്താ നബിയെ തിങ്കളാഴ്ചയുടെ പ്രത്യേകത? ഞാൻ ജനിച്ച ദിവസമാണത്, എനിക്ക് അല്ലാഹു വഹീ തന്ന ദിവസമാണത്. അതുകൊണ്ട് ആ ദിവസത്തിന് പ്രത്യേകതയുണ്ട്. നബി തങ്ങളുടെ ജനനം സാധാരണ മക്കളുടെ ബർത്ത്ഡേ പോലെയാണോ? ബർത്ത്ഡേ വിഷയങ്ങളിൽ അനാചാരങ്ങളും ആശ്വാസമല്ലാത്തതും നടക്കുന്നത് തടയപ്പെടേണ്ട തന്നെയാണ്, യാതൊരു സംശയവുമില്ല. പക്ഷേ ഹബീബിന്റെ ജന്മം നമ്മുടെ മക്കളുടെ ജന്മത്തോടാണോ നിങ്ങൾ ഉപമിക്കുന്നത്? നമ്മുടെ മക്കളുടെ ബർത്ത്ഡേ ആണോ ഹബീബിന്റേത്? ഞാൻ ജനിച്ച ദിവസമാണത്, അതുകൊണ്ട് അന്ന് സുന്നത്ത് നോമ്പെടുക്കൽ പുണ്യമാണ് എന്ന് നബി തങ്ങൾ ശരീഅത്തിൽ നമുക്ക് നിയമമാക്കി തരുമ്പോൾ തിങ്കളാഴ്ച നോമ്പെടുക്കുന്ന ഓരോ മുഅ്മിനും ഓർക്കണം, ഇതെന്റെ ഹബീബ് ജനിച്ച ദിവസമാണ്. എന്തേ അതിൽ കുഴപ്പം? ഹബീബ് ജനിച്ച ദിവസം ഓർക്കാൻ എന്താണ് അതിൽ കുഴപ്പമുള്ളത്? 4-ാം നൂറ്റാണ്ട് മുതൽ ഇങ്ങ് മുത്തഖീങ്ങളായ മുഅ്മിനീങ്ങളായ ആളുകൾ ചെയ്തു വരുന്ന, അത് മുഅർരിഖീങ്ങളും ഹാഫിളീങ്ങളുമായ ആളുകൾ, ഹദീസ് പണ്ഡിതന്മാരും പ്രഗൽഭരായ ആലിമീങ്ങളും അത് ഗുണകരമാണ്, നല്ലതാണ് എന്ന് പറഞ്ഞിരിക്കെ ആരൊക്കെയാ പറഞ്ഞു? മഹാനായ ഹാഫിള് ഇബ്നുൽ ജൗസി നേരത്തെ പറഞ്ഞു, ഹംബലി മദ്ഹബുകാരൻ, മഹാനായ അല്ലാമ ഇബ്നു കസീർ, മഹാനായ ഹാഫിള് ഇബ്നു ദിഹിയത്തുൽ അൻദുലുസി, മഹാനായ ഹാഫിള് ഇബ്നു ഹജർ അൽ അസ്ഖലാനി, മഹാനായ ഖാസിമത്തുൽ ഹുഫാദ് എന്ന് പറയുന്ന ജലാലുദ്ദീൻ സുയൂത്തി റഹിമഹുമുല്ലാഹ്. ഇവരെല്ലാം മൗലിദ് പാരായണം ചെയ്യുന്നതും ഹബീബിന്റെ ജന്മം നടന്ന ദിവസവും ആ മാസവും നബിതങ്ങൾ അനുസ്മരിക്കുന്നതും നബിതങ്ങളുടെ മദ്ഹുകൾ പാടുന്നതും പുണ്യമാണ് എന്ന് ഈ ആലിമീങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എതിർക്കേണ്ടത് ഈ ആലിമീങ്ങളെയാണ്. അവർക്കാണ് നിങ്ങൾ മറുപടി പറയേണ്ടത്, ഞങ്ങൾക്കല്ല. ഹാഫിള് ഇബ്നു ഹജർ തങ്ങൾക്ക് മറുപടി പറയും, ഇബ്നു കസീർ തങ്ങൾക്ക് പറയും, ഇബ്നുൽ ജൗസി തങ്ങൾക്ക് പറയും, ഇബ്നു ദിഹിയത്തുൽ അൻദുലുസിക്ക് പറയും, മഹാന്മാരായ ജലാലുദ്ദീൻ സുയൂത്തി എന്ന ഹാഫിളുൽ ഖാസിമത്തുൽ ഹുഫാദ് എന്ന പ്രഗൽഭനായ ശാഫിഈ മദ്ഹബിലെ പണ്ഡിതൻ, ഇവർക്ക് മറുപടി പറയും. മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ പറയുന്നു, അമലു മൗലിദിൻ നബി, ഈ വിഷയത്തിൽ ഹുവ മാ സബത ഫി സ്വഹീഹൈൻ, സ്വഹീഹൈൻ ബുഖാരിയിലും മുസ്ലിമിലും വന്ന സംഭവമാണ് നബിയുടെ മൗലിദ് ആചരണത്തിന് തെളിവ് പറയുന്നത്. ഇനി അടുത്ത കൊല്ലത്തേക്ക് എടുത്താൽ മതി ഇൻഷാ അല്ലാഹ്. അടുത്ത കൊല്ലാകുമ്പോ നമ്മുടെ വാട്സപ്പിലൊക്കെ വന്ന് നിറയും ഓരോ ചോദ്യങ്ങൾ. മഹാനായ ഹാഫിള് ഇബ്നു ഹജർ അൽ അസ്ഖലാനി തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദ് ആചരിക്കാൻ പറ്റുന്നത് ചെയ്യേണ്ടതാണ് എന്ന് എവിടെ നിന്നാണ് തെളിവെടുത്തത്? മാ സബത ഫി സ്വഹീഹൈൻ അന്ന നബിയ ഖദിമൽ മദീന സല്ലല്ലാഹു അലൈഹി വസല്ലം ഫവജദൽ യഹൂദ യസൂമൂൻ യൗമ ആശൂറ. നബി തങ്ങൾ പരിശുദ്ധമായ മദീനയിലേക്ക് വന്നപ്പോൾ ജൂതന്മാർ ആശൂറ ദിവസം നോമ്പെടുക്കുകയായിരുന്നു, മുഹറം 10. ഫസഅലഹും ഫഖാലു, ശരിക്കും മനസ്സിലാക്കുക തെളിവെന്താണ്? തെളിവ് ചോദിക്കുന്നവര് ആരാ? ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങളൊക്കെ. ബുഖാരിക്ക് ശറഹ് ചെയ്ത ഏറ്റവും പ്രഗൽഭമായ ശറഹ് ഫത്ഹുൽ ബാരിയാണ്. ഒരുപാട് ആളുകൾ ശറഹ് ചെയ്തു. ഏറ്റവും പ്രാമാണികമായ സ്വഹീഹുൽ ബുഖാരിയുടെ ഏറ്റവും പ്രാമാണികമായ വിവരണം നൽകുന്നത് മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങളാണ്. അവർ പറയുന്നു, അല്ലാഹുവിന്റെ റസൂൽ മദീനയിലേക്ക് വന്നപ്പോൾ ജൂതന്മാർ നോമ്പെടുക്കുന്നത് കണ്ടു, മുഹറം 10. തങ്ങൾ ചോദിച്ചു, എന്തേ നോമ്പെടുക്കാൻ കാരണം? അവർ പറഞ്ഞു, ഹാദാ യൗമുൻ അഗ്റഖല്ലാഹു ഫീഹി ഫിർഔൻ, ഫിർഔനിനെ അല്ലാഹു മുക്കിക്കളഞ്ഞ ദിവസമാണിത്. വനജ്ജാ മൂസ, മൂസ നബി അല്ലാഹു രക്ഷപ്പെടുത്തിയ ദിവസമാണ്. ഫനഹ്നു നസൂമുഹു ശുക്റൻ ലില്ലാഹ്, അല്ലാഹുവിന് ശുക്റായിട്ട് ഞങ്ങൾ നോമ്പെടുക്കുകയാണ്. മഹാനായ ഹാഫിള് ഇബ്നു ഹജർ തങ്ങൾ അൽ അസ്ഖലാനി
ഈ സംഭവത്തെ ആസ്പദമാക്കി വിവരിക്കുകയാണ്. അവരാണ് വിവരിച്ചു തരേണ്ടത്, അവരാണ് മനസ്സിലാക്കി തരേണ്ടത്. ഹദീസിന്റെ ബുഖാരിയുടെ പരിഭാഷ വീട്ടിൽ കൊണ്ടുപോയി വെച്ചിട്ട് നമുക്ക് നിയമം ഉണ്ടാക്കാൻ കഴിയില്ല. നമ്മൾ ആ മനസ്സിലാക്കുന്നതല്ല നിയമം. അത് ആലിമീങ്ങൾ പറയണം. ഹാഫിദ് എന്നവർ പറയട്ടെ, ഫയുസ്തഫാദു മിൻഹു ഫിഅലു ശുക്രില്ലാഹി അലാ മാ ബിഹി ഫീ യൗമിൻ മുഅയ്യനിൻ മിൻ ഇസ്ദാഇ നിഅമത്തിൻ ഔ ദഫ്ഇ നിഖ്മ. അങ്ങനെ വന്നാൽ നമുക്കൊരു നന്മയോ ഒരു അപകടമോ സംഭവിച്ച ദിവസം ആ നന്മക്ക് ശുക്റായും അള്ളാഹു രക്ഷപ്പെട്ട അപകടത്തിന് അള്ളാഹുവിന് ചെയ്യുന്ന പ്രായശ്ചിത്തമായിട്ടും അള്ളാഹുവിന്റെ വിപത്തുകൾ തടുക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടും അള്ളാഹുവിന് നന്ദി പ്രകടനം ഏതെങ്കിലും ഒരു പ്രത്യേകമായ ദിവസം ചെയ്യുന്നത് കൊണ്ട് യാതൊരു വിരോധവുമില്ല. എല്ലാ ദിവസവും ആ ദിവസം പ്രത്യേകമായ ദിവസം വരുമ്പോൾ ഒരു നന്മ ചെയ്യുന്നത്. ഒരു ഉദാഹരണം പറയാം. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, തൃശ്ശൂർ ജില്ലക്കാരൻ, റഷീദ് എന്നാണ് അവരുടെ പേര്, അബുദാബിയിലുണ്ട്. ഇപ്പോൾ അത് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹം ഒരു കർട്ടൻ ജോലിക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ ഉമ്മ ഇപ്പോഴത്ത് മരിച്ചു, അനുജൻ മരിച്ചു, അവർക്കൊക്കെ പുറത്തു കൊടുക്കട്ടെ. അദ്ദേഹം ഒരു അനുഭവം പറഞ്ഞു. അദ്ദേഹം ലിഫ്റ്റ്, ഒരു വീട്ടിൽ കർട്ടൻ്റെ പണിക്ക് ചെന്ന് ദുബൈയിൽ അബുദാബിയിലെ ഒരു വീട്ടിൽ ലിഫ്റ്റിൻ്റെ ഒരു ഹോൾ ഉണ്ടായിരുന്നു, കണ്ടില്ല. അറിയാതെ 3-ാം നിലയിൽ നിന്ന് ഒരൊറ്റ ചവിട്ട് ആ ഹോളിലേക്ക് നേരെ അങ്ങ് താഴെ വീണു. 3 നിലയിൽ നിന്ന് താഴേക്ക് ലിഫ്റ്റിൻ്റെ. അദ്ദേഹം പറയാ, എന്തോ ഒരു കാവൽ, ഞാൻ ആ 2 വയറിൻ്റെ ഇടയിൽ തല കുടുങ്ങി. എൻ്റെ ഒരു പ്രയാസം ഉണ്ടായില്ല. തല പൊട്ടി മരിക്കേണ്ട കേസാണ്, അത്രയും അപകടകരമായ സിറ്റുവേഷൻ. അദ്ദേഹം അതിന് പകരം എല്ലാ കൊല്ലവും ഒരു മൂരിനെ അറുത്തിട്ട്, ഒരു കാലിയെ അറുത്തിട്ട് ജനങ്ങൾക്ക് സ്വതക്കയായി മാംസം വിതരണം ചെയ്യാറുണ്ട്. ആ ചെയ്തതിൻ്റെ വിതരണം ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച നടന്നു, ഈ കൊല്ലത്തേത്. അത് പറഞ്ഞു, എനിക്ക് അള്ളാഹു ചെയ്തൊരു നിഅമത്തല്ല, എന്നെ രക്ഷപ്പെടുത്തിയില്ലേ, അദ്ദേഹം അങ്ങനെ ചെയ്യാണത്. അദ്ദേഹം ആ വിഷയം എന്നെ അറിയിച്ചു, അർഹരായ ആളുകളെ കിട്ടുമെന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട്. അത് നടന്നു, ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച നടന്നു. ഓരോ കൊല്ലവും ഇബ്നു ഹജർ തങ്ങൾ ഇതാ പറഞ്ഞു, ഒരു സംഭവം നമുക്ക് നടന്നു, അതിനെ ആ കൃത്യമായ സമയം വരുമ്പോൾ അള്ളാഹുവിന് ശുക്ർ ചെയ്തിട്ടൊരു നന്മ ചെയ്യൽ ഒരു വിരോധമല്ല, ഒരു വിരോധവുമില്ല. وأي نعمة أعظم من نعمة بروز هذا النبي نبي الرحمة. കരുണയുടെ നബിയായ അഷ്റഫുൽ ഖൽഖ് തങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ വന്ന നിഅമത്തിനോളം വലിയൊരു നിഅമത്ത് ഉമ്മത്തിന് എന്താണുള്ളത്? ആലിമീങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഒരുപാടുണ്ടാകാം. പക്ഷേ ഇത്തരം ആലിമീങ്ങളുടെ പ്രമാണങ്ങൾ ഉണ്ടായതിന്റെ പേരിലാണ് നമ്മളത് ചെയ്യുന്നത്. ഇമാം സുയൂത്തി തങ്ങൾ മഹാനായ അൽ ഹാഫിദ് ശംസുദ്ദീൻ ഇബ്നു ജൗസി തങ്ങളിൽ നിന്ന് മഹാനവർ കിതാബ് എഴുതിയിട്ടുണ്ട്, അർഫു തഅരീഫ് ബിൽ മൗലിദി ശരീഫ്. ഇബ്നു ജൗസിയുടെ കിതാബ് ഇന്നഹു സഹ. അതിൽ മഹാനവർ പറയുന്നത്, നബിയുടെ മൂച്ചാപ്പ അബൂ ലഹബ്. ആരാണ് അബൂ ലഹബ്? ഖുർആനിൽ സൂറത്ത് ഇറക്കിയില്ലയോ, തബ്ബത് യദാ അബീ ലഹബിൻ വതബ്. അബൂ ലഹബ് നശിച്ചു എന്ന് ഖുർആൻ എത്ര പറഞ്ഞു? അവൻ നരകത്തിലാണെന്ന് പറഞ്ഞു. ആ അബൂ ലഹബിന് നാളെ അദാബ്, നാളെ നരകത്തിന്റെ ശിക്ഷയിൽ എല്ലാ തിങ്കളാഴ്ചയും അല്ലാഹു ശിക്ഷയിൽ ഇളവ് നൽകുന്നുണ്ട്. അത് സ്വഹീഹായ ഹദീസാണ്. ലിയഅ്സാഖിഹി സുവൈബ. സുവൈബ എന്ന അടിമ സ്ത്രീ, അള്ളാന്റെ റസൂല് ജനിച്ചു, നിങ്ങളുടെ അനുജൻ അബ്ദുള്ളക്ക് മുഹമ്മദ് എന്ന മോൻ ജനിച്ചു എന്ന സന്തോഷ വാർത്ത നബിയുടെ മൂസാപ്പയും നബിയെ ഉപദ്രവിച്ച ആളുമായ അബൂ ലഹബിനോട് അബൂ ലഹബിന്റെ അടിമ സ്ത്രീയായിരുന്ന സുവൈബ ബീവി വന്ന് പറഞ്ഞപ്പോൾ അബൂ ലഹബ് സന്തോഷം കൊണ്ട് അവരെ സ്വതന്ത്രയാക്കി വിട്ടു. ആ സന്തോഷം പ്രകടിപ്പിച്ചതിന്റെ പേരിൽ കാഫിറായ അബൂ ലഹബ് ജൂസിയ ഫിന്നാരി ബിഫറഹിഹി ലൈലത മൗലിദിൻ നബി. അല്ലാഹുവിന്റെ റസൂൽ ജനിച്ച ആ രാത്രിയിൽ ആ പെണ്ണിനെ സ്വതന്ത്രയാക്കി സന്തോഷം കാണിച്ചതിന്റെ പേരിൽ നരകത്തിൽ എല്ലാ തിങ്കളാഴ്ചയും അല്ലാഹു അബൂ ലഹബിന് ശിക്ഷയിൽ ഇളവ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഫമാ ഹാലുൽ മുസ്ലിം അൽ മുവഹിദ് മിൻ ഉമ്മത്തി മുഹമ്മദിൻ. മുഹമ്മദ് നബിയുടെ ഉമ്മത്തിലെ മുസ്ലിമീങ്ങളുടെ അവസ്ഥ പിന്നെ എന്താണ്? കാഫിറിന് പോലും അബൂ ലഹബിന്
അബൂലഹബ് നരകത്തിലാണെന്ന് ഖുർആനിന്റെ വ്യക്തമായ പ്രഖ്യാപനമാണ്, ഖുർആനിന്റെ നസ്സുൻ സ്വരീഹുൻ വാളിഹ്. എന്നിട്ട് പോലും നാളെ അല്ലാഹു നരകശിക്ഷയിൽ നിന്ന് അബൂലഹബിന് എല്ലാ തിങ്കളാഴ്ചയും ഇളവ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു സംഭവം പറയട്ടെ. അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികളിൽ ഒരാൾ കള്ളു കുടിച്ചതിന്റെ പേരിൽ പല പ്രാവശ്യം നബിയുടെ മുമ്പിൽ വന്ന് അടിവാങ്ങിപ്പോയ ആൾ, മദ്യപാനത്തിന് ശിക്ഷ വാങ്ങിയ ആൾ. അപ്പോഴാണ് മൂന്നാമത്തെ തവണ ശിക്ഷ വാങ്ങി പോകുമ്പോൾ സദസ്സിൽ നിന്ന് ഒരാൾ പറഞ്ഞു, അല്ലാഹു ശപിക്കട്ടെ ഈ മനുഷ്യനെ. എത്ര തവണയാണ് കള്ളുകുടിച്ച് നബിയുടെ മുമ്പിൽ കൊണ്ടുവരപ്പെടുന്നത്? നബി തങ്ങൾ 1ഉം 2ഉം തവണ ശിക്ഷിച്ചില്ലേ, വീണ്ടും കള്ളു കുടിക്കുകയോ? അല്ലാഹ് ശപിക്കട്ടെ എന്ന് പറഞ്ഞത് തെറ്റ് ചെയ്തതിന്റെ പേരിലാണ്. അല്ലാഹുവിന്റെ റസൂൽ എന്താണ് പറഞ്ഞത്? ഹദീസ് സ്വഹീഹായ ഹദീസാണിത്. തങ്ങൾ പറഞ്ഞു, ലാ തൽഅനൂ, ആ മനുഷ്യനെ നിങ്ങൾ ശപിക്കരുത്. ഫഇന്നല്ലദീ അഅലമു, ഞാൻ അറിയുന്നത്, അന്നഹു യുഹിബ്ബുല്ലാഹ വറസൂലഹു, ഇയാൾ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും സ്നേഹിക്കുന്ന ആളാണ്. ആളുകളുടിയനാണ്, പക്ഷേ നബിയോടും അല്ലാഹുവിനോടും സ്നേഹമുണ്ട്. ആര് പറഞ്ഞു? മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഹുബ്ബിന് അത്രയും പാപങ്ങൾക്കിടയിൽ പോലും ഹുബ്ബിന് സ്ഥാനമുണ്ടെങ്കിൽ മുഅ്മിനീങ്ങൾ ചെയ്യുന്ന ഈ നന്മക്ക് അല്ലാഹു സ്വർഗം കൊടുക്കുമെന്നാണ് എന്റെ പ്രതീക്ഷയെന്ന് മഹാനായ ഹാഫിൾ ശംസുദ്ദീൻ ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി, മഹാനായ ഇബ്നുൽ ജൗസി അദ്ദേഹത്തിന്റെ വളരെ മനോഹരമായ കവിത തന്നെ ഉണ്ട് ഈ വിഷയത്തിൽ. സമയദൈർഘ്യം കൊണ്ട് ഒഴിവാക്കുകയാണ്. വദക്കിറുഹും ബിഅയ്യാമില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിന് നൽകിയ നന്മകളും അനുഗ്രഹങ്ങളും നൽകിയ ദിവസങ്ങളെ നിങ്ങൾ ഓർക്കണേ, ഓർത്തെടുക്കണേ, നബിയെ ഓർമ്മിപ്പിക്കണേ എന്ന് പരിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ റസൂല് ലോകത്തേക്ക് വന്നതല്ലയോ ഈ ഉമ്മത്തിന്റെ ഏറ്റവും വലിയ നന്മ? അല്ലാഹു ആ നന്മയെ ഓർക്കുന്ന മുഅ്മിനീങ്ങൾ മൗലിദ് പാരായണവും ഹബീബിന്റെ മദുഹും ഭക്ഷണ വിതരണവും ചെയ്യുമ്പോൾ ദയവ് ചെയ്ത് ബിദ്അത്ത് എന്ന് പറയല്ലേ. പറഞ്ഞാൽ ബിദ്അത്തുൻ ഹസന, നല്ല ബിദ്അത്ത് എന്ന് പറയേ. സുൽത്താനുൽ ഉലമാ ഇസ്സ ഇബ്നു അബ്ദുസ്സലാം തങ്ങളെ കണ്ടുപിടിക്കുക.